തീർച്ചയായിട്ടും ഈ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു എങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. ഒത്തിരി ഒത്തിരി നന്ദി സാറ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹാധ്യാപകരെ, ഞാൻ ആദ്യം അങ്ങ് ചിന്തിച്ചായിരുന്നു ഈ കൊടും മഴയത്ത് വെള്ളപ്പൊക്കമാണ് കുട്ടനാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് അച്ഛന് ഈ ക്ലാസ് വെക്കാൻ തോന്നിയത് എന്നൊരു വിചാരമായിരുന്നു മനസ്സിൽ മുഴുവൻ. വർഷങ്ങളായിട്ട് നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, കൂടുന്നുണ്ട്. ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നമുക്ക് എല്ലാ കൊല്ലവും ഉണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഈ സാറിൻ്റെ ക്ലാസ് ഞാൻ ആദ്യം ഓർത്ത് വളരെ നമ്മളെല്ലാ ക്ലാസ്സും കൂടുന്ന പോലെ എന്നതാണ് ഗഹനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ തിയറീസും ഒക്കെ ആയിരിക്കും ഇവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ ആക്ടിവിറ്റീസിലേക്ക് നമ്മളെ ഓടിച്ചു വിടുമായിരിക്കും. ഇതൊക്കെ ഭയന്നൊക്കെയാണ് സത്യം പറഞ്ഞ ലാലു സാറേ ഇവിടെ ഇരുന്നത്. പക്ഷേ സാറിൻ്റെ ക്ലാസ് ആദ്യം തൊട്ട് ഈ അവസാനം വരെ സാറ് ഞങ്ങളുമായിട്ട് പങ്കുവെച്ച ഈ അനുഭവങ്ങൾ എല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ അധ്യാപകർ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ശോഭനമായൊരു ഭാവിയിലേക്ക് അവരെ എത്തിക്കുവാനായിട്ട് ഉപയുക്തമാക്കത്തക്ക രീതിയിലായിരുന്നു എന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുകയാണ്. നന്ദിയോടെ സാറിനെ ഓർക്കുന്നു. തീർച്ചയായിട്ടും ഈ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു എങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. ഒത്തിരി ഒത്തിരി നന്ദി സാറ്.